ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹയെ വീട്ടിലാക്കി സേതുമാധവൻ പറഞ്ഞു, ഇനി എന്റെ മരണം സംഭവിച്ചു എന്നറിഞ്ഞാൽ പോലും നീ വീടിന്റെ പടി ചവിട്ടി പോകരുത്, നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ സേതുമാധവൻ സ്നേഹയോട് അവിടെ നിന്ന് പൊയ്ക്കോളാനായി അറിയിക്കണം. സ്നേഹ സേതുമാധവന്റെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വാതിക്കൽ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന അർച്ചനയെ മാറ്റി നിർത്തി സേതുമാധവൻ വേഗം വാതിലടച്ച് അകത്തേക്ക് കയറി. ഈ നിമിഷം അങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ വേദനയിൽ അങ്ങനെ സ്നേഹ വാതിക്കൽ തനിച്ചു നിൽക്കുന്നത് കാഴ്ച കണ്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് ധനുഷ്. നല്ല മഴ പെയ്യുന്ന രാത്രിയിൽ ഇടിമിന്നലും എല്ലാം അതിന്റെ അകമ്പടിയായി വന്നപ്പോൾ ധനുഷിന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായി. ഈശ്വര, ഇനി ഞാൻ കണ്ട സ്വപ്നം അതുപടി ഫലിച്ചാൽ എനിക്ക് സ്നേഹയെ കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും, അതോടെ എല്ലാം പ്രതീക്ഷകളും തകരും എന്ന് ധനുഷ് ആശങ്കപ്പെട്ടു. ഉടൻ തന്നെ ധനുഷ് അതിനെന്താണ് പ്രതിവിധി എന്ന് ആലോചിച്ച് വേഗം തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഉടനെ സ്നേഹയുടെ ഫോണിലേക്ക് വിളിച്ചു. കോള് വരുന്നത് കണ്ട് ഉറങ്ങാതെ കിടന്ന സ്നേഹ വേഗം ചാടി എഴുന്നേറ്റ് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും സ്നേഹയോട് ധനുഷ് ചോദിച്ചു, താൻ ഇതുവരെയായിട്ടും ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല ധനുഷ്. അത് മാത്രമല്ല, എനിക്ക് അത്യാവശ്യമായി നിന്നോട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഏട്ടനും അച്ഛനും എല്ലാവരും ചേർന്ന് എനിക്ക് മറ്റൊരു വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മറ്റൊരാളുമായിട്ടുള്ള വിവാഹത്തിനുള്ള ആലോചനകൾ അവർ കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ അതിനൊന്നിനും സമ്മതം മൂളാതെ നിൽക്കുകയാണ്. ധനുഷ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മറ്റാരുടെയെങ്കിലും മുന്നിൽ താലിക്കായി തല കുനിക്കേണ്ടി വന്നാൽ പിന്നെ ഈ സ്നേഹ ഉണ്ടാവില്ല, അത് തീർച്ച എന്ന് സ്നേഹ ധനുഷിനോട് അറിയിച്ചു. അത് കേട്ടതും ധനുഷ് പറഞ്ഞു, സ്നേഹ, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ധനുഷ് സ്നേഹയോട് അറിയിച്ചു. അത് കേട്ടതും സ്നേഹ ചോദിച്ചു, എന്താ ധനുഷ്, നീ പറ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോ എന്ന് വീണ്ടും ധനുഷ് ചോദിച്ചതും ശരി, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സ്നേഹ സമ്മതിച്ചു. ശരി, എന്നാൽ ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞു ധനുഷ് ചില കാര്യങ്ങളൊക്കെ സ്നേഹയെ ഉപദേശിച്ചു. എല്ലാം കേട്ടതിന് ശേഷം സ്നേഹ ആകെ അതിശയത്തോടിരുന്നു. അല്ല, എന്താ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ ധനുഷുവിനോട്, എത്രയും വേഗം എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം ധനുഷ്, ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാനാവില്ല. നീ കരുതുന്നത് പോലെ എന്റെ വീട്ടുകാർ നമ്മളുടെ വിവാഹത്തിന് സമ്മതം മൂളില്ല. അവരുടെ സമ്മതത്തോടെ ഒരു വിവാഹം ഒരു കാരണവശാലും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് എത്രയും വേഗം നീ എന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോ ധനുഷ് എന്ന് സ്നേഹ നിർബന്ധം പിടിക്കുന്നു. അത് കേട്ട ധനുഷ് പറഞ്ഞു, സ്നേഹ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ എന്ന് പറഞ്ഞ് ധനുഷ് ചില ഉപദേശങ്ങളൊക്കെ സ്നേഹയ്ക്ക് നൽകി. എല്ലാം കേട്ടതിന് ശേഷം ധനുഷ് ചോദിച്ചു, എന്താ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമോ എന്ന് അന്വേഷിച്ചതും ശരി, അങ്ങനെ ചെയ്യാമെന്ന് സ്നേഹ സമ്മതിച്ചു. അതിനുശേഷം ഇരുവരും ഫോൺ വെച്ചിട്ട് വലിയ ആലോചനയിൽ മുഴുകി. പിറ്റേന്ന് രാവിലെ തന്നെ സച്ചിയും സേതുമാധവനും അർച്ചനയും സന്ദീപുമൊക്കെ സ്നേഹയെക്കുറിച്ച് തന്നെ ആലോചിച്ചു. സ്നേഹ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് വല്ലാത്ത ആശങ്കയിലായി അവരും. ഇനിയും ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഉടനെ സേതുമാധവൻ ആലോചനയോടെ അവരോട് ചോദിച്ചു, ഇനി ഈ ഒരു സാഹചര്യത്തിൽ സ്നേഹയ്ക്ക് മറ്റൊരു വിവാഹം നമ്മൾ എങ്ങനെ ആലോചിക്കും? അവൾ പറഞ്ഞത് കേട്ടില്ലേ, ധനുഷുമായിട്ടുള്ള വിവാഹത്തിന് അവൾ തയ്യാറുള്ളൂ എന്ന്. ഞാൻ ധനുഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളുമായിരുന്നു. അവൻ മുമ്പേ തന്നെ ഇക്കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോ അതിനുപോലും അവൻ തയ്യാറാകാതിരുന്നപ്പോ ഇനി അവനെ ഉൾക്കൊള്ളാനോ അവനെ അംഗീകരിക്കാനോ എന്റെ മനസ്സ് അനുവദിക്കില്ല എന്ന് സേതുമാധവൻ അറിയിക്കുമ്പോ അത് കേട്ട സച്ചി പറഞ്ഞു, അച്ഛാ, അച്ഛൻ എന്താ ഈ പറയുന്നത്? സ്നേഹയ്ക്ക് മാത്രം നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, അവൾക്ക് മാത്രം എന്താ അതൊന്നും തലയിൽ കയറാത്തത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അച്ഛാ, ധനുഷിന്റെ ചിന്തയും പ്രവൃത്തികളും അത് അവളുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ സ്നേഹയ്ക്ക് കഴിയുന്നില്ല. അതാണ് അവളുടെ ഇപ്പോഴത്തെ പ്രശ്നം. അവളെ വല്ലാതെ അവൻ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. പിന്നെ എന്തെന്ന് വെച്ചാൽ, എന്നെ അന്ന് തട്ടിക്കൊണ്ടുപോയി ആ അവസ്ഥയിലാക്കി എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് ധനുഷാണെന്ന് പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പിന്റെ വാക്കുകൾ വിശ്വസിക്കാതെ ആ സ്വന്തം കൂടപ്പിറപ്പിനെക്കായാലും അവൾ വിശ്വസിക്കുന്നത് അവനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും അവളെ എന്ന് സച്ചിയും ആശങ്കയോട് ചോദിച്ചു. ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, ഇനി നമുക്ക് എന്താണ് ഒരു പോംവഴി? അവന്റെ കൂടെ ജീവിക്കൂ എന്ന് പറഞ്ഞ് അവളിങ്ങനെ പിടിവാശി പിടിച്ചാൽ എന്തു ചെയ്യുമെന്ന് സേതുമാധവൻ അന്വേഷിച്ചപ്പോ സന്ദീപ് പറഞ്ഞു, അച്ഛാ, മറ്റൊരാള് അവളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവളെ ബാക്കിയെല്ലാം മറന്നോളും എന്നല്ലേ നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ തന്നെ സംഭവിക്കൂ. മറ്റൊരാൾ കൂടി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവൾ പുറത്തു കടന്നും അതിന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി, കുറച്ച് സമയം കൂടി അവൾക്ക് നൽകാം.
പെട്ടെന്ന് അവൾക്ക് ധനുഷിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും പതിയെ പതിയെ സാവധാനത്തിൽ അവളെല്ലാം മനസ്സിലാക്കി അവന്റെ ആ വലയിൽ നിന്ന് അവൾ പുറത്തു വന്നേക്കുമെന്ന് സന്ദീപും സേതുമാധവനോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം സച്ചി പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം ഞാൻ പറയാം. എന്താണെങ്കിലും ധനുഷിന്റെ കയ്യിലേക്ക് അവളെ പിടിച്ചു കൊടുക്കുന്നതിനോട് ഒരു കാരണവശാലും ഞാൻ യോജിക്കില്ല. മറ്റെന്ത് തീരുമാനമെടുത്താലും മറ്റാരുടെ കൂടെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തയ്യാറായാലും ഞാൻ അതിന് കൂടെയുണ്ട് എന്ന് സച്ചി അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറഞ്ഞു, ഞാൻ പറയുന്നത് ഒന്നുകൂടി നമുക്ക് സ്നേഹയോടൊന്ന് സംസാരിക്കാം. അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞപ്പോ അർച്ചനയോട് സച്ചി ചോദിച്ചു, ഇനി ആരെ കൊണ്ട് അവളോട് പറയിക്കാമെന്നാ താൻ കരുതുന്നത്? നമുക്കെല്ലാം ആകാവുന്ന രീതിയിലല്ല നമ്മൾ പറഞ്ഞു നോക്കി. എന്നിട്ടും അവൾ അതൊന്നും കേൾക്കാനോ വിശ്വസിക്കാനോ കൂട്ടാക്കുന്നില്ല. അവളുടെ സ്വഭാവത്തിലും അവൾ മാറ്റം വരുത്തുന്നില്ല. പിന്നെ ഇനി ആരെ കൊണ്ട് അവളെ ഉപദേശിപ്പിക്കുമെന്നാണ് താൻ കരുതുന്നത്? എന്തായാലും എൻ്റെ ഒറ്റയൊരു ചിന്ത എന്തെന്ന് വെച്ചാൽ എത്രയും വേഗം അവളുടെ വിവാഹം നടത്തുക എന്നത് മാത്രമാണ്. അവളുടെ അഭിപ്രായമോ അവളുടെ ഇഷ്ടമോ നോക്കാതെ, അവളുടെ അഭിപ്രായത്തിനൊന്നും മുൻഗണന നൽകാതെ എത്രയും വേഗം അവളുടെ വിവാഹം നമ്മൾക്ക് നടത്താം. വരാമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനോട്, അർച്ചനയുടെ കൂട്ടുകാരിയുടെ അനുജനോട് എത്രയും വേഗം വന്ന് അവളെ പെണ്ണ് കാണാൻ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് അറിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ നമുക്കൊപ്പം നിൽക്കേണ്ടി വന്നേക്കും. അതാണ് ഇതിന്റെ ഒരു ബെസ്റ്റ് ചോയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് സച്ചി അറിയിച്ചു. അർച്ചന അപ്പോഴേക്കും സേതുമാധവനോട് പറഞ്ഞു, ഞാൻ നീതുവിന്റെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ അനിയനും കുഴപ്പമൊന്നും തന്നെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, മോളെ അർച്ചനെ, എന്നാ ഇനി മറ്റൊന്നും നമുക്ക് ആലോചിക്കണ്ട, അവരോട് വരാൻ പറയാം എന്നറിയിച്ചു. അതിനുശേഷം പിറ്റേന്ന് അർച്ചനയും മറ്റെല്ലാവരും കാത്തിരിക്കുമ്പോ വാതുക്കലേക്ക് നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്ന് അച്ഛനും അമ്മയും സഹോദരിയും കൂടെ സ്നേഹ വിവാഹം കഴിക്കാനായി വന്ന ആ ചെറുപ്പക്കാരനും ഇറങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ വാതുക്കലേക്ക് സേതുമാധവനും അർച്ചനയും എല്ലാം എത്തി. അല്ല, വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ എന്ന് ചോദിച്ചതും അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ജംഗ്ഷനിൽ എത്തിയപ്പം ഒരു ഡൗട്ട് തോന്നി, അതാ വിളിച്ചു ചോദിച്ചത്, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നറിയിച്ചു. ഉടനെ എന്നാ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അവരെ വളരെ സ്നേഹത്തോടെ സേതുമാധവൻ അകത്തേക്ക് ക്ഷണിച്ചു. ഉടനെ തന്നെ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയപ്പോ അർച്ചന വല്ലാതെ ടെൻഷനോടെ നീതു എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു, നീതു, നീ എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നവുമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് നീതു അർച്ചനയെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ഹാളിലേക്ക് എല്ലാവരും, ആ നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരും എത്തി. നന്ദനും സ്നേഹയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ആ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉടനെ പയ്യന്റെ അച്ഛൻ സേതുമാധവനോട് സംസാരിച്ചു തുടങ്ങി. ആദ്യം ഞാൻ രാജശേഖരൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, ഹൈസ്കൂൾ അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്തത് എന്നറിയിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എന്നാ ഇത് എൻ്റെ ഭാര്യ സുധാമണി, അവളും അധ്യാപികയാണ്. പിന്നെ എൻ്റെ മൂത്ത മകൾ, എനിക്ക് 2 മക്കളാണ്. ഇവൾ അർച്ചനയുടെ കൂട്ടുകാരിയാണ്, അർച്ചനയോടൊപ്പം പഠിച്ചതാണ്. ഇപ്പോൾ അവളൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞു, ഹസ്ബൻഡ് വിദേശത്താണ്. പിന്നെയുള്ളത് ഞങ്ങളുടെ മകനാണ്. അവനിപ്പോൾ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് ഒരു നല്ല പെണ്ണ് വേണം, അത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യവും ആഗ്രഹവും എന്ന് അദ്ദേഹം അറിയിച്ചു. അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു, എന്നാൽ ഇനി ഞങ്ങളുടെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഞാൻ സേതുമാധവൻ. പിന്നെ എനിക്ക് 4 മക്കളാണ്, 3 ആണും 1 പെണ്ണും. ഏറ്റവും ഇളയാളാണ് സ്നേഹ. മൂത്തയാള് നന്ദൻ, അവനിപ്പോ ഇവിടെയില്ല, ബിസിനസ് സംബന്ധമായ ഒരു മീറ്റിങ്ങിനായിട്ട് ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ്. അവന്റെ ഭാര്യയാണ് ഇത് അവന്തിക. അപ്പോഴേക്കും എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. 2ാമത്തെ ആള് സച്ചി, സച്ചിയുടെ ഭാര്യ അർച്ചനയ. അർച്ചനയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 3ാമത്തെ ആളാണ് സന്ദീപ്, സന്ദീപിന്റെ ഭാര്യ ആതിര. പിന്നെ ഈ നിൽക്കുന്നത് അനഘ, അത് അവന്തികയുടെ അനുജത്തിയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് തന്നെ, കുടുംബത്തിലെ അംഗം തന്നെയായ മീര എന്ന് പറയുന്നത് അർച്ചനയുടെ ഏട്ടന്റെ ഭാര്യയാണ്. ഇത്രയും ആളുകൾ അടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് സേതുമാധവൻ പരിചയപ്പെടുത്തി. ഇതെല്ലാം കേട്ടതിന് ശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒറ്റൊരു ആവശ്യം മാത്രമേ ഉള്ളൂ, പെൺകുട്ടിയെ കാണുക എന്നുള്ളത്. പിന്നെ പെൺകുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങളോട് എല്ലാം അർച്ചന പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. എന്തായാലും
വിവാഹത്തിന് ഇവന് വേറെ യാതൊരു എതിർപ്പുമില്ല. സ്നേഹയുടെ ഫോട്ടോ കാണിച്ചു. അത് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ആലോചനയുമായി ഇവിടേക്ക് വന്നത് തന്നെ എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഉടനെ അർച്ചനയും മറ്റെല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ സുധാമണി പറഞ്ഞു, എന്നാ ഇനി പെൺകുട്ടിയെ കണ്ടാലോ എന്ന് ചോദിച്ചപ്പോ, പെൺകൊച്ചിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ വേഗം അവിടെ നിന്ന് അർച്ചനയോട് പറഞ്ഞു, മോളെ അർച്ചനെ സ്നേഹയെ വിളിച്ചോളൂ എന്നറിയിച്ചു. ഉടനെ അവർ സ്നേഹയെ വിളിക്കാനായി നേരെ മുകളിലേക്ക് കയറിപ്പോയി. അർച്ചന മുകളിലേക്ക് പോകുമ്പോഴേക്കും ശശിയും പിന്നാലെ അവിടേക്ക് പോന്നു. അർച്ചന നിന്ന് സ്നേഹയുടെ വാതിൽ മുട്ടിയിട്ടും വാതിൽ സ്നേഹ തുറക്കുന്നില്ല. കുറെ തവണ അർച്ചന ശ്രമിച്ചു നോക്കി. അർച്ചനയെ വിളിച്ചിട്ട് വാതിൽ തുറക്കാറായപ്പോൾ ശശിയും അവിടേക്ക് വന്ന് സ്നേഹയെ വിളിക്കുന്നു. സ്നേഹ വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതോടെ കുറെ തവണ അവർ സ്നേഹയെ വിളിച്ചിട്ടും താഴേക്ക് വരാത്തത് കണ്ട് ഉടനെ അവിടേക്ക് എത്തിയ അർച്ചനയുടെ വിവാഹം ആലോചിച്ചെത്തിയ ചെറുക്കൻ്റെ അച്ഛൻ ചോദിച്ചു, അല്ല എന്തു പറ്റി, പെൺകുട്ടിക്ക് ഇനി ഈ വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, ഏയ് ഇല്ല, എതിർപ്പൊന്നുമില്ല. സ്നേഹ വരാൻ വൈകുന്നത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ എതിർപ്പ് കൊണ്ടല്ല, അത് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും എന്ന് സേതുമാധവൻ പറഞ്ഞു. ഉടനെ തന്നെ വീണ്ടും അവരെത്ര വിളിച്ചിട്ടും അച്ഛനെയും മറ്റുള്ളവരും എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കാതായതോടെ അവിടേക്ക് സന്ദീപും എത്തി. സന്ദീപും കൂടെ മീരയെടുത്തിയും അവിടേക്ക് എത്തുന്നു. അവരെല്ലാവരും വന്ന് സ്നേഹയുടെ വാതിൽ തട്ടി വിളിച്ചിട്ടും ആരും തുറക്കാതായപ്പോ എല്ലാവരും ആകെ ടെൻഷനിലായി. ഈ സമയത്ത് വീണ്ടും താഴെ കൊള്ളുന്ന എല്ലാവരും ആകെ ആലോചനയിൽ നിന്നപ്പോ സേതുമാധവനോടും മറ്റെല്ലാവരോടുമായിട്ട് അവന്തിക പറഞ്ഞു, അല്ല സ്നേഹയ്ക്ക് പെട്ടെന്ന് ഒരു വിവാഹാലോചന, അത് ഒരു തവണ വിവാഹം മുടങ്ങിയ പെൺകുട്ടിയല്ലേ, അതും വിവാഹ മണ്ഡപത്തിൽ വരെ കാര്യങ്ങൾ എത്തിയതിനു ശേഷം അതിൻ്റെതായ ഒരു വിഷമം അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അത് വിട്ടുമാറിയിട്ടില്ല എന്ന് അവന്തിക അറിയിച്ചു. ഉടനെ തന്നെ മീരയെടുത്തെയും അർച്ചനയെ ശശിയൊക്കെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ, നിങ്ങളൊന്ന് മാറിക്കേ എന്ന് പറഞ്ഞു മീരയെടുത്തി വേഗം വാതിൽ വന്ന് മുട്ടിയിട്ട് പറഞ്ഞു, മോളെ സ്നേഹേ, നീ വാതിൽ തുറന്നേ, ഒരു കാര്യം പറയട്ടെ, നീ വാതിലൊന്ന് തുറക്ക്, ഞങ്ങൾ എല്ലാവരും നിന്നെ കാണാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് മീരയെടുത്തി സംസാരിച്ചു. പെട്ടെന്ന് അർച്ചന ആലോചിച്ചു, ഇത്രയും നേരമായിട്ടും സ്നേഹ വാതിൽ തുറക്കാത്തത് കൊണ്ട് എന്തായിരിക്കും കാര്യം എന്ന് ആലോചിച്ചപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ സ്നേഹ തന്നോട് പറഞ്ഞ, അല്ലെങ്കിൽ വീട്ടുകാരുടെ എല്ലാവരോടുമായി സ്നേഹ പറഞ്ഞ കാര്യം അച്ഛനെ ഓർമ്മിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും കേട്ടോളണമെന്നും ധനുഷ് അല്ലാതെ മറ്റാരുടെയെങ്കിലും കൂടെ എന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ ഈ സ്നേഹ ജീവനോടെ ഉണ്ടാവില്ല എന്ന, അത് അങ്ങനെ ഒരു ആഗ്രഹം നടക്കില്ല എന്നുമുള്ള സ്നേഹയുടെ ഭീഷണി അർച്ചനയുടെ മനസ്സിനെ അലട്ടി. അർച്ചന വേഗം ശശിയോടും സന്ദീപിനോടുമായി പറഞ്ഞു, സന്ദീപെ, ഇനി വിളിച്ചിട്ട് കാര്യമില്ല, എത്രയും വേഗം ഈ വാതിൽ തുറക്കാൻ നോക്ക്, വാതിൽ തല്ലി തുറക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. സന്ദീപ് വേഗം വാതില് വീണ്ടും വീണ്ടും മുട്ടിയിട്ട് ശശിയും സന്ദീപും കൂടി വാതിൽ പൊളിച്ചെടുക്കാനായിട്ട് തള്ളി തുറക്കാനായി ശ്രമിക്കുന്നു. അവസാനം പെട്ടെന്ന് വാതിലിന്റെ ആരോ ലോക്ക് എടുക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു. അതോടെ എല്ലാവർക്കും ആശ്വാസമായി. ഉടനെ സ്നേഹ പുറത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു, എന്താ എന്താ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ബഹളം വെക്കുന്നത്, വാതിൽ തല്ലി പൊളിക്കുകയാണോ എന്ന് ചോദിച്ചു. അല്ല മീരെ, നിന്നെ കാണാനായിട്ട് അവിടെ എല്ലാവരും സ്നേഹം നിന്നെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുക എന്ന് പറഞ്ഞു. എല്ലാവരും എത്തിയോ, ഞാൻ ദാ വരുന്നു, ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സ്നേഹ വേഗം വീണ്ടും റൂമിലേക്ക് കയറി. സ്നേഹ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ലെന്ന് കണ്ടതോടെ സച്ചിക്കും സന്ദീപിനും അർച്ചനയ്ക്കും എല്ലാവർക്കും ആശ്വാസമായി. ഉടനെ അനഘയും മീരയും പറഞ്ഞു, എന്നാ ഞങ്ങൾ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നേരെ താഴേക്ക് പോന്നു. പിന്നീട് സ്നേഹ താഴേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അനഘയും മീരയെടുത്തേയും കൂടി അവിടെ എത്തിയവർക്ക് ചായയും സ്വീറ്റ്സും ഒക്കെ ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം സ്നേഹ താഴേക്ക് ഇറങ്ങി വരുന്നത് ഏവരും കണ്ടു. സ്നേഹ താഴേക്ക് വരുന്നത് കണ്ടതോടെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. സ്നേഹയെ കണ്ടതോടെ എല്ലാവർക്കും വലിയ സന്തോഷമായി. അതുകൊണ്ട് തന്നെ സ്നേഹയുടെ ചായ എടുത്തു കൊടുക്കാൻ സേതുമാധവൻ അറിയിച്ചു. സ്നേഹ ചായയുമായിട്ട് ആ ചെറുപ്പക്കാരന്റെയും വീട്ടുകാരുടെയും അരികിലേക്ക് ചെന്നു. എല്ലാവരെയും അരികിൽ ചെന്ന് സ്നേഹ ചായ എടുത്തു കൊടുത്തതും വളരെ സന്തോഷത്തോടെ എല്ലാവരും ചായ വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് സ്നേഹ അപ്പുറത്തേക്ക് മാറി നിന്നതും ഉടനെ തന്നെ സ്നേഹയോട് അവിടെ നിന്ന് ചെറുപ്പക്കാരന്റെ അച്ഛൻ പറഞ്ഞു, ആ പയ്യന്റെ അച്ഛൻ പറഞ്ഞു, അതെ, ഞങ്ങളുടെ മോന് വേണ്ടിയാണ് വിവാഹാലോചനയുമായി എത്തിയത്. മോളുടെ വിവാഹം മുടങ്ങിയ കാര്യങ്ങളൊക്കെ, മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ മോളുടെ ഫോട്ടോ ഇവൻ കണ്ടതുകൊണ്ട് ഇവന് വലിയ സന്തോഷമായി, ഇവന് ഒത്തിരി ഇഷ്ടവുമായി. അതുകൊണ്ടാണ് മോളെ നേരിട്ട് കാണാനായിട്ട് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും മോളെ ഇഷ്ടപ്പെട്ടു. ഇനി മോളുടെ അഭിപ്രായം അറിയേണ്ടത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സ്നേഹ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്.
വിശാലിനോടും വിശാലിന്റെ അച്ഛനമ്മമാരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും സേതുമാധവനും മറ്റെല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. അവന്തിക സ്നേഹ ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാ ചെയ്യുന്നതെന്ന് സന്തോഷത്തിൽ അവന്തിക പുഞ്ചിരിച്ചിരിക്കുമ്പോൾ സച്ചിയും സന്ദീപും അർച്ചനയും ഒക്കെ വല്ലാത്ത ടെൻഷനിലായി. ഉടനെ സ്നേഹ പറഞ്ഞു, ഒരു വിവാഹം മുടങ്ങിയ ആളാണ് ഞാൻ. വിവാഹ മണ്ഡപത്തിൽ വെച്ച് വിവാഹം മുടങ്ങിയ ആള്. മറ്റൊരു വിവാഹത്തിനായിട്ട് എൻ്റെ മനസ്സ് ഇപ്പോൾ പൊരുത്തപ്പെട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോ ഞാൻ ഇതിനെല്ലാം തയ്യാറായത് എൻ്റെ അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും സങ്കടം കണ്ടിട്ടാണ് എന്ന് അർച്ചന എല്ലാവരോടുമായി അറിയിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും എല്ലാവരും പരസ്പരം ആകെ ടെൻഷനോടെ നോക്കി. അതുകൊണ്ട് ചില കാര്യങ്ങൾ വിശാലിന്റെ വീട്ടുകാരും അറിഞ്ഞിരിക്കണം. അതിന് ഞാൻ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്നറിയിച്ചു. ഉടനെ സേതുമാധവൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാമല്ലോ എന്ന് സേതുമാധവൻ പറഞ്ഞതും പിന്നീട് നമുക്ക് സംസാരിക്കാമല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, അങ്ങനെയല്ല ചാ, ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് എന്റെ വിവാഹം മുടങ്ങിയ കാര്യം മാത്രമല്ലേ ഇവർക്ക് അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹ സംസാരിച്ചു തുടങ്ങുമ്പോ സച്ചിയും അർച്ചനയും സന്ദീപും സേതുമാധവനും സ്നേഹ ഒഴിച്ചുള്ള ആ നെല്ലിശ്ശേരി കുടുംബത്തിലുള്ള മറ്റ് എല്ലാ അംഗങ്ങളും വല്ലാത്ത ആശങ്കയോടെ നോക്കി നിന്നു.